ഒരു കഥ ചൊല്ലട്ടുമാ. ഈ കഥ നിങ്ങളുടെ കുട്ടികൾക്കുള്ളതാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കണം. കാരണം ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതെല്ലാം നല്ലതിനാണ് എന്ന് അവർക്ക് ഇപ്പോഴേ ഒരു ബോധ്യം വരണം. ഒരിടത്തൊരിടത്തൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ പ്രധാനമന്ത്രിയാണ്. കാരണം ആ പ്രധാനമന്ത്രി ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അത്രയും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടായാലും അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ആരെന്ത് ചോദിച്ചാലും പുള്ളി ഹൈലി എനർജറ്റിക് ആയിട്ട് യെസ് യെസ് നമുക്ക് ചെയ്യാം, യെസ് വെരി ഗുഡ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു മന്ത്രിയായിരുന്നു. അങ്ങനെ ഒരു ശനിയാഴ്ച വൈകുന്നേരം രാജാവ് ഇങ്ങനെ രാവിലെ മുതൽ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മന്ത്രിനെ വിളിച്ചിട്ട് പറഞ്ഞു, മന്ത്രി നമുക്ക് ഒന്ന് നായാട്ടിന് പോയാലോ, കാരണം ഞാൻ രാവിലെ മുതൽ ബോറടിച്ചിരിക്കുകയാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ മന്ത്രി പറഞ്ഞു യെസ് വെരി ഗുഡ് നമുക്ക് പോകാം എന്ന് പറഞ്ഞു. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണല്ലോ. അപ്പോൾ രാജാവ് പറഞ്ഞു, എടോ ഞാനൊന്നും കഴിച്ചിട്ടില്ല, ഇത് ഈ ഒരു ആപ്പിൾ ഞാനൊന്ന് കഴിച്ചോട്ടെ, ഈ ആപ്പിൾ കഴിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴും മന്ത്രി പറഞ്ഞു യെസ് വെരി ഗുഡ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ഒരു കത്തി എടുക്കുന്നു, കയ്യിൽ ആപ്പിൾ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കത്തി സ്ലിപ്പായിട്ട് രാജാവിൻ്റെ ഇടത് കൈയുടെ ഇൻഡെക്സ് ഫിംഗറിലൊന്നും കൊണ്ടു മുറിയുന്നു. തന്നെ ഭയങ്കരമായിട്ട് ചോര ഇങ്ങനെ പെട്ടെന്ന് വരുന്നു. രാജാവിന് വേദനിച്ചു. ഭടന്മാരത് കണ്ടു. ഇത് കണ്ടതും നമ്മുടെ മന്ത്രി എന്ത് പറഞ്ഞാണ്, വാവ് വെരി ഗുഡ് നന്നായി പോയി എന്ന് പറഞ്ഞു. ഭടന്മാർ കണ്ടുകൊണ്ടിരിക്കുമ്പം തൻ്റെ മന്ത്രി തൻ്റെ കൈ മുറിഞ്ഞത് നന്നായി പോയി എന്ന് പറഞ്ഞ് എൻ്റെ ദേഷ്യം ഇതെല്ലാം കൂടെ വന്ന് രാജാവ് നല്ല കലിപ്പായിട്ട് രാജാവ് പറഞ്ഞു, ആരെവിടെ മന്ത്രിനെ പിടിച്ചു തുറങ്കലടയ്ക്കൂ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് കേട്ടപ്പോഴും നമ്മുടെ മന്ത്രി എന്ത് പറഞ്ഞു, വാവ് വെരി ഗുഡ് യെസ് നന്നായി പോയി എന്ന് പറഞ്ഞു. രാജാവിന് മനസ്സിലായി, ഓക്കെ കുറേ ബുദ്ധി ഉപയോഗിച്ച് പുള്ളി കുറച്ച് റോങ് ആയി കാണും, കുറച്ച് ദിവസം അവിടെ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ, അപ്പോഴേ ഇവനൊരു പാഠം പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് രാജാവ് ഒരു 4 ഭടന്മാരെ കൂടിയിട്ട് നായാട്ടിന് പോയി. കുറേ നേരമായിട്ട് നായാട്ട് നടത്തിക്കൊണ്ട് നടന്നിട്ട് രാജാവിന് ഒരു ഇരയെ പോലും കിട്ടിയില്ല. അവസാനം നദിയുടെ തീരത്ത് ഒരു മാൻപേടനെ കണ്ടിട്ട് രാജാവ് അമ്പ് ചെയ്തു. ആ മാൻ ചാടി ഓടി രക്ഷപ്പെട്ടങ്ങ് പോയി. രാജാവ് എന്ത് ചെയ്തു, മാൻ്റെ പുറകെ കുതിരപ്പുറത്ത് വെച്ച് പിടിച്ചു. മാൻ്റെ പുറകെ സ്പീഡിൽ പോയ രാജാവ് ഭടന്മാരിൽ നിന്നിട്ട് ഭയങ്കരമായിട്ട് ദൂരെ ആയിപ്പോയി. ഭടന്മാരും രാജാവും വേർപിരിഞ്ഞു പോയി. അങ്ങനെ മാൻ്റെ പുറകെ പോയി രാജാവ് സമയം പറഞ്ഞില്ല. വൈകുന്നേരമായി, ഇരുട്ടായി. കുതിര ഒരടി പോലും മുന്നോട്ട് വെക്കുന്നില്ല, കാരണം ഇരുട്ടാണ്, ഒന്നും കാണത്തില്ല. അപ്പോൾ രാജാവ് തീരുമാനിച്ചു, ഇന്നത്തെ ദിവസം എന്തായാലും ഇവിടെ എവിടെങ്ങാനും കഴിച്ചു കൂട്ടിട്ട് രാവിലെ എഴുന്നേറ്റ് കൊട്ടാരത്തിലോട്ട് പോകാം. ആ വനം നരഭോജികളുടെ വനമായിരുന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ആ നരഭോജികൾക്ക് അവരുടെ ഭഗവാന് ബലിതർപ്പണം നടത്തേണ്ട ഒരു ദിവസമായിരുന്നു. ആ നരഭോജികൾ വനത്തിൽ എവിടെയെങ്കിലും അവർക്ക് പറ്റിയൊരു ഇരയെ അന്വേഷിച്ച് വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല വെളുത്ത് തുടുത്ത് ചുമന്നിരിക്കുന്ന നല്ല ചിമിട്ടനായിട്ടൊരു രാജാവിനെ അവർക്ക് കിട്ടുന്നത്. രാജാവിനെ പിടിച്ച് കെട്ടിക്കൊണ്ട് അവരുടെ ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട് ഒരു കുരിശ് പോലെ ഒരു സാധനത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടു. നരഭോജികളുടെ ഒരു പതിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബലി കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ രാജഗുരു വന്നിട്ട് അവർ എന്തിനാണോ ബലി കൊടുക്കുന്നത് അതിനെ ഒന്ന് പൂജിച്ച് റെഡിയാക്കിയിട്ട് ബലി കൊടുക്കത്തുള്ളൂ. അങ്ങനെ രാജഗുരു വരുന്നു, രാജാവിൻ്റെ ശരീരം എല്ലാം ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നു, എല്ലാം ഒന്ന് നോക്കുന്നു. അങ്ങനെ നോക്കി വരുമ്പോൾ രാജാവിൻ്റെ ഇടത്തേക്കിടെ ചൂണ്ടുവരൽ ഒരു കെട്ട്. അപ്പോൾ അവിടുത്തെ രാജഗുരു പറഞ്ഞു, അതെന്താ ഒരു കെട്ട്? ആ കെട്ടഴിക്കാൻ പറഞ്ഞു. കെട്ടഴിച്ചഴിച്ച് തുണിയൊക്കെ ഇങ്ങനെ മാറ്റി അഴിച്ച് വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഒരു മുറിവ്. ഇത് കണ്ട ഉടനെ രാജഗുരു പറഞ്ഞു, ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റത്തില്ല, ഇത് ഡിഫക്റ്റീവ് പ്രൊഡക്റ്റാണ്, ഇതുകൊണ്ട് കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നതാണ്, ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇരേനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ആ നരഭോജികൾ രാജാവിൻ്റെ കയ്യിലെ കെട്ടഴിച്ചു വിട്ടു. രാജാവിനെ രക്ഷപ്പെട്ടോളം പറഞ്ഞു. രാത്രിയുടെ ഇരുട്ടൊന്നും വക വെക്കാതെ രാജാവ് ഒരൊറ്റ ഓട്ടം നേരെ കൊട്ടാരത്തിൽ പോയിട്ട് ആദ്യം രാജാവ് ആരെ കണ്ടു കാണും? രാജാവ് നേരെ പോകുന്നു, നമ്മുടെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന മന്ത്രിനെ ചാടി ഓടി കെട്ടിപ്പിടിക്കുന്നു. എൻ്റെ പൊന്നളിയാന്നൊക്കെ പറഞ്ഞാണ് മന്ത്രിയോട്. എന്നിട്ട് മന്ത്രിയോട് പറഞ്ഞു, എടോ എൻ്റെ കയ്യിലൊരു ചെറിയ മുറി വന്നപ്പോൾ താൻ നന്നായി പോയെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പം മനസ്സിലായി. തന്നെ ഞാൻ ജയിലടയ്ക്കാൻ നേരം താൻ പറഞ്ഞല്ലോ നന്നായി പോയെന്ന്, അതെന്താടോ അങ്ങനെ പറഞ്ഞു? അതെനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. നമ്മുടെ മന്ത്രി ചിരിച്ചോണ്ട് പറഞ്ഞു, പ്രഭു ഞാൻ അങ്ങയുടെ മന്ത്രിയാണ്, അങ്ങ് ഏത് കാട്ടിൽ പോയാലും എത്ര സ്പീഡിൽ പോയാലും അങ്ങയുടെ കൂടെ ഞാനും ഉണ്ടാവും. അങ്ങയുടെ കയ്യിൽ മുറിവുള്ളത് കൊണ്ട് അങ്ങേ അവർ വെറുതെ വിട്ടു, എൻ്റെ കയ്യിൽ മുറിവൊന്നുമില്ല, അവരെന്നെ പിടിച്ച് കണ്ടിച്ചേനെ എന്ന് പറഞ്ഞു. ജീവിതത്തിലും എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളുടെ കുട്ടികൾക്ക് ഓരോ നിമിഷവും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, തോൽവിയായാലും വിജയമായാലും നഷ്ടപ്പെടലായെങ്കിലും എന്ത് സംഭവിച്ചാലും അതെല്ലാം നല്ലതിനാണ് എന്നുള്ളൊരു ധാരണ ഈ കുഞ്ഞു പ്രായത്തിലേ മുതലേ അവർക്ക് ഇൻപുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കണം. ഞാൻ നിങ്ങളോടും പറയണം, നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്. എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഇത്രയും മനോഹരമായി, ഇത്രയും റിലാക്സായി, ഇത്രയും നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങളാണ് എന്നെ ഇപ്പോൾ ഈ നിലയിലേക്ക് എത്തിച്ചത്. അപ്പോൾ
ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നന്നായിപ്പോയി, വെരി ഗുഡ്. നിങ്ങളും പറയാം എന്ത് സംഭവിച്ചാലും ഓക്കെ വെരി ഗുഡ്, നന്നായിപ്പോയി, ഓൾ ദി ബെസ്റ്റ്.